ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഒരിക്കൽ ഒരു കൂട്ടം പ്രാവുകൾ ആകാശത്തിലൂടെ പറന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന ഒരു നെൽപ്പാടം അവരുടെ കണ്ണിൽപ്പെട്ടത്. ധാരാളം ധാന്യം കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ പാടത്തിറങ്ങി ഇര തേടാൻ അവരുടെ നേതാവ് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും പാടത്തേക്ക് പറന്നിറങ്ങി. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ, ആ പാടത്ത് ഒരു വേടൻ വലിയൊരു വല വിരിച്ചിരുന്നു. ഇതൊന്നും അറിയാതെ പ്രാവുകൾ നെന്മണികൾ കൊത്തി തിന്നുകൊണ്ടിരുന്നു. ദൂരെ നിന്നും ആരോ വരുന്നത് കണ്ട് നേതാവ് പറഞ്ഞു, എല്ലാവരും വേഗം പറന്ന് രക്ഷപ്പെട്ടോളൂ, ആരോ വരുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ മുകളിലേക്ക് പറന്നുയരാൻ പറ്റിയില്ല. അവരുടെ കാലുകൾ വലയിൽ കുരുങ്ങിയിരുന്നു. അയ്യോ, നമ്മൾ കുടുങ്ങി, പ്രാവുകൾ ഉറക്കെ പറഞ്ഞു. ഭയപ്പെടാതെ ധൈര്യമായിരിക്കൂ, ഒരുമയോടെ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടാം. നേതാവ് അവരെ ആശ്വസിപ്പിച്ചു. കുറേയേറെ പ്രാവുകൾ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് വേടൻ ദൂരെ നിന്ന് കണ്ടു. അയാൾ സന്തോഷത്തോടെ വേഗം നടന്നു. ഞാൻ 3 എന്ന് എണ്ണിക്കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് മുകളിലേക്ക് സർവ്വശക്തിയും എടുത്ത് പറക്കണം, നേതാവ് നിർദ്ദേശിച്ചു. വേടൻ അടുത്തെത്താറായതും പ്രാവുകളെല്ലാം ഒരുമിച്ച് മുകളിലേക്ക് പറന്നുയർന്നു. തൻ്റെ വലയുമായി പറന്നുയരുന്ന പ്രാവുകളെ കണ്ട് വേടൻ അന്തിച്ചു നിന്നു. നേതാവ് അവരെല്ലാവരെയും കാട്ടിലെ ഒരു മരച്ചുവട്ടിലേക്കാണ് നയിച്ചത്. അവർ പറന്നിറങ്ങിയതും നേതാവ് ഉറക്കെ വിളിച്ചു, കൂട്ടുകാരാ, ഒന്നിറങ്ങി വരൂ. വിളി കേട്ട് മരത്തിനടിയിലെ മാളത്തിൽ നിന്നും ഒരെലി ഇറങ്ങി വന്നു. നേതാവ് അവനോട് സഹായം ചോദിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ എലി തൻ്റെ കൂട്ടുകാരുമായി എത്തി വല കടിച്ചു മുറിച്ച് പ്രാവുകളെ രക്ഷിച്ചു. ഐക്യമുണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലാണ് ഐക്യമത്യം മഹാബലം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, ഒരുമ തന്നെ പെരുമ തുടങ്ങി വേറെയും പഴഞ്ചൊല്ലുകൾ. പ്രിയമുള്ളവരെ, ഈ ഒരു ആമുഖ കഥയിൽ നിന്നും ഇന്നത്തെ കുറിവാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരങ്ങളായ നാം ഐക്യതയോടുകൂടെ ഓരോ നിമിഷവും വർത്തിക്കണം എന്നുള്ളതാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, സഭയിലും സമൂഹത്തിലുമൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നാം അനുഭവിക്കുന്നതായിട്ടുള്ള ഭിന്നതകൾ മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഐക്യതയോടുകൂടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ക്രിസ്തീയ സ്നേഹബന്ധത്തിൽ അടിയുറച്ച ഐക്യതയുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സഭകളിലും ഞങ്ങളുടെ സമൂഹത്തിലുമൊക്കെ ഐക്യതയുടെ വക്താക്കളായ കർത്താവെ ഞങ്ങൾക്ക് പ്രശോഭിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.